ഹായ്. അപ്പോൾ ഞാനിപ്പോൾ കുട്ടിക്കാനത്താണല്ലോ ഷൂട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഞാൻ ഈ കുട്ടിക്കാനത്ത് താമസിക്കുന്ന റിസോർട്ടിന് തൊട്ടടുത്തായിട്ട് റെഗുലർ ഷൂട്ട് നടക്കുന്ന ഒരു സ്പോട്ടുണ്ട്. സ്പോട്ടിൻ്റെ പേര് അമ്മച്ചി കൊട്ടാരം. എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അറിയത്തില്ലായിരുന്നു ഇൻ ദ സെൻസ് ഈ ഷൂട്ട് തുടങ്ങുന്നവരെ ഞാനിത് മുന്നേ കേട്ടിട്ടില്ല. പക്ഷേ എന്നോട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു നമ്മുടെ ഈ റിസോർട്ടിന് തൊട്ടപ്പുറത്ത് അമ്മച്ചി കൊട്ടാരമുണ്ട്, അപ്പോൾ ഇടയ്ക്ക് പോയി ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങ് നടന്നു പോകാനും ഒന്നും അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ നമുക്ക് ഷൂട്ട് 10 മണിക്ക് വരണതാണ്. പക്ഷേ അതൊരു 12 വരെ പോകുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടുള്ള ചാരുണ്ട്, ചാരുവിൻ്റെ അമ്മയുണ്ട്, അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയേക്കാമെന്ന് ചോദിച്ചു. ഇവർ ഓൾറെഡി പോയിട്ടുണ്ട് ഈ സ്ഥലത്ത്, അതുകൊണ്ട് അവർക്ക് വഴിയൊക്കെ അറിയാം. ഇവർ പോയി പക്ഷേ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൂന്നാർ കൂടെ ഒന്ന് പോയി അമ്മച്ചി കൊട്ടാരം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ ഈ പടം ഇവിടെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം അവിടെ ഡയറക്ടർ ജയരാജിൻ്റെ ഒരു പടം ഷൂട്ട് നടന്നത്ര. ഇപ്പോൾ റെഗുലർ പടങ്ങളുടെ ഷൂട്ട്, സ്റ്റണ്ട് സീന് അങ്ങനത്തെയൊക്കെ സ്ഥിരം നടക്കുന്ന ഒരു സ്പോട്ടാണ് അത്ര. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ചാരുവിൻ്റെ അമ്മ അഞ്ജുവിൻ്റെ കൂടെയാണ്. ചാരു ഈ പടത്തിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചൈൽഡ് ആർട്ടിസ്റ്റാണ്. അവരാണ് ഞാൻ നേരത്തെ ലാസ്റ്റ് ഡേ ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് വഴി അറിയാം. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ഏരിയയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ്. എനിക്ക് അത് ആദ്യം ഉള്ളിലോട്ട് ചെല്ലുന്നതിലും ഭംഗി കൂടി അടുത്തടുത്ത സ്പോട്ടിലോട്ട് പോയപ്പോൾ. ഇത് അങ്ങനെ ഒരു സ്പോട്ടാണ്. പിന്നെ ഉള്ളിലോട്ടായി നല്ല ഭംഗിയാണ്. മുകളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ മരം ഒക്കെ അത് നിൽക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മളീ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കോളേജ് കുട്ടികളെ കണ്ടു. അവർ മെയിൻ റോഡിൽ നിന്ന് നടന്ന് വരികയായിരുന്നു. അപ്പോൾ അവരും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നാൽ നമ്മൾ തിരിയാനുള്ള വഴിയാകും. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ തിരിയും. നമുക്ക് ഈ തിരിയുന്ന വഴി പണ്ടത്തെ മതിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതൊക്കെ കാണാൻ, അത് കാണുമ്പോഴേ എന്തോ ഒരു നല്ല ഫീലാണ്. നമ്മൾ അകത്തോട്ട് കയറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം കൊട്ടാരത്തിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ചാരു ഉള്ളതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു. എപ്പോഴും നമ്മുടെ കൂടെ അങ്ങനെ ഒരാളുള്ളപ്പോഴല്ലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ എന്നിട്ടും നടന്നില്ല എന്നുള്ളതാണ്. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു കെയർ ടേക്കറെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ട് കൊട്ടാരത്തിന് ചുറ്റും നടന്ന് വീഡിയോ എടുക്കാം എന്നൊക്കെയുള്ള മറ്റുള്ള ഒരു സൈഡിലോട്ടൊക്കെ പോയി. അവിടെയൊക്കെ നല്ലൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ പോലെ കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് കെയർ ടേക്കർ വിളിച്ചു. വീട് അയാൾ അകം നടന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ല ഇരുട്ടായിരുന്നു. നേരെ നമ്മൾ പോയത് ഒരു 4 കെട്ടിലോട്ടാണ്. അപ്പോൾ ഈ 4 കെട്ടിനകത്ത് നിറയെ നല്ല ഭംഗിയുള്ള ചെടികൾ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അതാ നോക്കിയത്. അതെല്ലാം നല്ല വളർന്ന് നല്ല പന്തലിച്ച് നിൽക്കുന്ന ചെടികളും പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങനത്തെ കുറേ സാധനങ്ങളും. ഈ കെയർ ടേക്കർ അതിനകത്ത് താമസിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അയാളൊരു 16 വയസ്സിൽ ഇവിടെ വന്നതാണ്. അപ്പോൾ അവസാനം വന്ന രാജാവ് ചിത്തിര തിരുനാൾ രാജാവാണ്. ഇപ്പോൾ പുള്ളിക്ക് 80 വയസ്സായി. രാജാക്കന്മാരുടെ വെക്കേഷൻ വന്ന് താമസിക്കാനുള്ളൊരു കൊട്ടാരമായിരുന്നു, ചെറിയൊരു സ്പോട്ടായിരുന്നു ഇത്. കൊട്ടാരത്തിൻ്റെ ഡൈനിങ് ഏരിയയാണ്. അത് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോണേ. അങ്ങോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സഫോക്കേഷനൊക്കെ ആയി. ഒന്നാമത് എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആരെങ്കിലും പാത്തൊക്കെ ഇരിപ്പുണ്ടാകുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ കെയർ ടേക്കർ പറയുന്നുണ്ട് പേടിക്കേണ്ട, ഞാനുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഞാൻ മാത്രം പോയില്ല. ഞാൻ അവിടെ മാറി നിന്നു. അവരൊക്കെ ഉള്ളിലോട്ട് പോയി കണ്ടു, ഫോൺ വെട്ടമൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അവിടെ കുറച്ച് കാർഡ്ബോർഡ് പീസസൊക്കെ ഉണ്ട്. അത് സിനിമയുടെ നമ്മുടെ ആർട്ടുകാരിട്ട സെറ്റാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതാണ് അങ്ങോട്ടേക്ക് നടന്നു വന്ന കോറിഡോർ. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ കറങ്ങിയിട്ട് പുറത്തിറങ്ങി. ഇതിൻ്റെ ചുറ്റുവട്ടം കാണാനാണ് ആക്ച്വലി ഭയങ്കര ഭംഗി. അപ്പോൾ നമ്മുടെ കൂടെ നടന്നു വന്ന കോളേജ് കുട്ടികളാണ് ഇതൊക്കെ. അവിടെ നടന്നു. അപ്പോഴത്തേനും ഒന്ന് കോട പൊങ്ങി. ഇതിൻ്റെ സൈഡിലൊരു കിണർ നിൽപ്പുണ്ട്. എൻ്റെ ഈ വീഡിയോയിൽ മുന്നേ ഉണ്ട്. അത് ആക്ച്വലി സിനിമയുടെ സെറ്റിട്ട് വെച്ചിരിക്കുന്നതാണ്. പുറത്തുനിന്ന് കണ്ടാൽ പഴയ ഏതോ കിണർ, അത് സൈഡൊക്കെ പൊട്ടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അടുക്ക ചെല്ലുമ്പോൾ അത് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിറയെ മരങ്ങളുണ്ട്. ഈ മരമൊക്കെ കണ്ട് ആർട്ടിട്ട് വെച്ചിരിക്കുന്ന പോലത്തെ മരങ്ങളായിട്ട് തോന്നും. പക്ഷേ
ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ അടുക്ക ചെന്ന് നിന്ന് ഫോട്ടോ എടുത്താലും ഒക്കെ പ്രത്യേകതരം ശാഖകളും അതിൻ്റെ വേരുകളും ഇതുമെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതുകൂടാതെ ഈ കൊട്ടാരത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പല പല റോഡുകളുണ്ട്. അത് പലയിടത്തോട്ടും പോകും. ഈ റോഡുകളൊക്കെ നല്ല ഫോട്ടോയ്ക്കും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സ്പോട്ടുകളാണ്. അപ്പോൾ പിന്നെയും കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ കറങ്ങി നടന്നു. ആക്ച്വലി അകത്തൊക്കെ കുറച്ചുകൂടെ വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അധികം വെട്ടമില്ല. പിന്നെ അതിനകത്തും ഇതൊക്കെ തന്നെ ഉള്ളൂ സീൻസൊക്കെ. പിന്നെ അതുകൊണ്ട് ഞാനതങ്ങ് ആഡ് ചെയ്തില്ല. അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു, ചാരു എടുത്തു തന്നു, എന്നിട്ട് പോന്നു. അപ്പോൾ കുറച്ച് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അതിൽ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ലൊക്കേഷനിലോട്ട് പോന്നു. ഇവിടെ വന്ന് കുറേ നേരം ഷൂട്ടിംഗ് സ്പോട്ടിലിരുന്നു. എനിക്ക് തോന്നുന്നു വേറെ സീൻ ഷൂട്ട് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് ഞാൻ ക്യാരവാനിലിരുന്നു. അതിപ്പോൾ ക്യാരവാനിലോട്ട് വരാൻ കാരണം ഭയങ്കര മഴയൊരു പുറത്ത് ഒരു രക്ഷയില്ല. ആക്ച്വലി ക്യാരവാനിലിരുന്ന് എനിക്ക് ശബ്ദം കേൾക്കാം, മഴയുടെ ശബ്ദം കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്ന് ക്യാരവാനിൽ തന്നെ ഇരുന്നു. തണുപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഭയങ്കര വിറയൽ. എനിക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ വലിയില്ലേ, ഡ്രൈ ആകില്ലേ, അങ്ങനെ ആയി തുടങ്ങിയിരിക്കുന്നു തണുപ്പ് കാരണം. അപ്പോൾ ജോജി മുണ്ടകയം ചേട്ടൻ ഇവിടുത്തെ കാരണമാണല്ലോ. ചേട്ടനും തണുപ്പ് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര തണുപ്പാണ് എന്ന് പറഞ്ഞിരിപ്പുണ്ട്. എല്ലാവർക്കും തണുപ്പാകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും മടിയാകും. പിന്നിപ്പോൾ ഇൻഡോർ ഷൂട്ടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഔട്ട്ഡോർ ഷൂട്ടാകുമ്പോൾ ഷൂട്ടും മുടങ്ങുമല്ലോ. അങ്ങനെയുള്ള ഓരോ അസൗകര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ചെറിയ ഒരു വ്ലോഗ്. അപ്പോൾ ടാറ്റാ, ബൈ.